റമദാൻ മാസത്തെ അവസാന 10 രാത്രികളിലെ രാത്രികാല പ്രാർത്ഥനാ ഷെഡ്യൂൾ സൗദി അറേബ്യ പുറത്തിറക്കി. പ്രധാനമായും മക്ക, മദീന പള്ളികളിലെ ഇമാമുമാരുടെ ഷെഡ്യൂളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന ദിനങ്ങളാണ് റമദാൻ മാസത്തെ അവസാനത്തെ 10 ദിനങ്ങളെന്നാണ് വിശ്വാസം. പ്രമുഖ ഇമാമുമാരുടെ നേതൃത്വത്തിൽ തഹജ്ജുദ് പ്രാർത്ഥനയോടെ വിശുദ്ധ സ്ഥലങ്ങളായ മക്കയും മദീനയും ആത്മീയ രാത്രിക്കായി ഒരുങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന റമദാനിലെ അവസാനത്തെ 10 രാത്രികളിലെ ഷെഡ്യൂൾ സൗദി അറേബ്യ പുറത്തിറക്കിയിട്ടുണ്ട്. വിശുദ്ധ പള്ളികളിൽ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളിലെ തഹജ്ജുദ് പ്രാർത്ഥനാ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശുദ്ധ മാസത്തിന്റെ അവസാന ഘട്ടത്തിനായി തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് പ്രഖ്യാപനം. റമദാന്റെ 21 മുതൽ 30 വരെ രാത്രികളിൽ നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളിൽ ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിന് പ്രശസ്ത ഇമാമുമാരെയാണ് ഒരുക്കിയിട്ടുള്ളത്. തഹജ്ജുദ്, മറ്റ് രാത്രികാല പ്രാർത്ഥന എന്നിവ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് റമദാനിലെ അവസാനത്തെ 10 രാത്രികളിൽ മക്കയിലെ ഹറമിൽ ഷെയ്ഖ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ്, ഷെയ്ഖ് ഡോക്ടർ മഹർ അൽ ജുവൈക്കിലെ, ഷെയ്ഖ് അബ്ദുള്ള ജുഹാനി, ഷെയ്ഖ് ബന്ദർ ബലീല എന്നിവരുൾപ്പെടെ പ്രമുഖ ഇമാമുമാർ വിവിധ വിഭാഗങ്ങളിലെ രാത്രികാല പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. മദീനയിലെ പ്രവാചക പള്ളിയിൽ ഷെയ്ഖ് അഹമ്മദ് താലിബ്, ഷെയ്ഖ് അബ്ദുള്ള ബോയിജാൻ, ഷെയ്ഖ് സാലേ ബുദൈർ എന്നിവർ മാറി മാറി തഹജ്ജുദ് നടത്തി പള്ളിയുടെ ആത്മീയ പാരമ്പര്യം നിലനിർത്തും. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, മക്ക.